ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഈസ്റ്റേൺ കോൺഫറൻസ് കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ഒരു ഗംഭീര വിജയമാണ് മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത്. 1-5 ഗോളുകൾക്കാണ് ന്യൂയോർക്ക് സിറ്റി FC-യെ അവർ പരാജയപ്പെടുത്തിയത്. ടാഡിയോ അലന്റെയുടെ ഒരു ഹാട്രിക്കാണ് അവർക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത്. കൂടാതെ സിൽവേറ്റി, സെഗോവിയ എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടിയിട്ടുണ്ട്. മെസ്സി മത്സരത്തിൽ ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ഗംഭീര പ്രകടനം നടത്തിക്കൊണ്ടാണ് ഇന്റർ മയാമി ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. MLS കപ്പിനുള്ള ഫൈനൽ യോഗ്യത ഇതോടുകൂടി ഇന്റർ മയാമി സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും തങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിലെ 3ാമത്തെ കിരീടമാണ് ഇപ്പോൾ ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത്. മെസ്സി വന്നതോടുകൂടി ഈ ക്ലബിന്റെ തലവര മാറി എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ലയണൽ മെസ്സി വരുന്ന സമയത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും മോശം ക്ലബ്ബുകളിൽ ഒന്നായിരുന്നു ഇന്റർ മയാമി. ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുന്ന ക്ലബ്ബുകളിൽ ഒന്നായിരുന്നു. പക്ഷേ മെസ്സി വന്നതോടുകൂടി കഥ മാറി. ഇന്ന് അമേരിക്കയിലെ ഏറ്റവും കരുത്തരായ ടീമുകളിൽ ഒന്നാണ് ഇന്റർ മയാമി. മെസ്സി വരുമ്പോൾ ഒരൊറ്റ ട്രോഫി പോലും ഈ ക്ലബിന് ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ 3 ട്രോഫികൾ ഈ ക്ലബിനുണ്ട്. കൂടാതെ MLS-ന്റെ കപ്പ് ഫൈനലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്റർ മയാമി നേടിയ 3 കിരീടങ്ങളിലും മെസ്സിയുടെ ഒരു പങ്ക് അത് നിസ്തുലമാണ്. അതായത് ഇന്റർ മയാമി ലീഗ്സ് കപ്പ് നേടിയപ്പോൾ അതിലെ ഗോൾഡൻ ബൂട്ടും MVP-യും സ്വന്തമാക്കിയത് മെസ്സി ആയിരുന്നു. 2ാമത്തെ കിരീടം അത് സപ്പോർട്ടേഴ്സ് ഷീൽഡ് ആയിരുന്നു. അപ്പോഴും MVP സ്വന്തമാക്കിയത് മെസ്സി ആയിരുന്നു. ഇപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസ് കിരീടം നേടിയപ്പോഴും മെസ്സി തന്നെയാണ് അവിടെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ പുറമെ ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായും ക്ലബിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമായിക്കൊണ്ടും മെസ്സി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇന്റർ മയാമിക്ക് വേണ്ടി ആകെ 77 ഗോളുകളും 41 അസിസ്റ്റുകളുമാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. എല്ലായിടത്തും 1ാം സ്ഥാനക്കാരൻ അത് മെസ്സി തന്നെയാണ്. മെസ്സി വന്നതോടുകൂടി ഒരു ഫ്രാഞ്ചൈസിയുടെ തലവര തന്നെ മാറി മറിയുന്ന ഒരു കാഴ്ചക്കാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.